ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം കേട്ടോ. ബിക്കോസ് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളാണ്, ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്സ് ആണ്. അവരെന്ത് പറയും, ഇവരെന്ത് പറയും. പക്ഷെ മറ്റുള്ളവരെന്ത് പറയുമെന്ന ചിന്ത നമ്മളിൽ നിന്ന് മാറ്റുന്ന നിമിഷം തൊട്ട്, ആൾക്കൂട്ടത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾക്കും അപ്പുറം ചിന്തിക്കാൻ പഠിക്കുന്ന നിമിഷം തൊട്ട്, യു ആർ നോ ലോങ്ങർ എ ഷീപ്പ്, യു ബിക്കം എ ലയൺ. ഓഷോയുടെ വാക്കുകളാണ്. എളുപ്പമല്ലെന്ന് തോന്നുന്ന ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുമില്ലേ? നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്ന ചില ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഡേ ആഫ്റ്റർ ഡേ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നൊരവസ്ഥ, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നൊരവസ്ഥ, ചില ദിവസങ്ങളിൽ ഗീവ് അപ്പ് ചെയ്യണമെന്ന് തോന്നുന്നൊരവസ്ഥ, തോറ്റു കൊടുക്കാൻ തോന്നുന്നൊരു സിറ്റുവേഷൻ, ബാക്കിയുള്ളവരെന്ത് പറയുമെന്നുള്ളൊരു ഭയം, ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ? എന്ന് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്സിൽ നിന്ന് നമ്മൾ ഫ്രീ ആകുമോ, അന്ന് മുതൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ പഠിക്കും. ഒരു വലിയ ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് വരും, എന്തും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം. അതാണ് സിംഹത്തിൻ്റെ പ്രത്യേകത. 10 പുള്ളിപ്പുലികൾ തന്നെ ആക്രമിക്കാൻ ചുറ്റി നിന്നാലും അത് അവിടെ നെഞ്ചും വിരിച്ച് ഉയർന്നു നിൽക്കും. അതിനെ ഫേസ് ചെയ്യും, എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും. അതിൽ നിന്ന് ഓടി വിളിക്കാറില്ല. മൈക്കിൾ ജോർദൻ പറയുന്നുണ്ട്, ഫിയർ ഈസ് ജസ്റ്റ് ആൻ ഇലൂഷൻ എന്ന്. നമ്മളെ പലതിൽ നിന്നും പിടിച്ചു നിർത്തുന്ന ഈ ഒരു ഭയമാണ് നമ്മുടെ മനസ്സിൽ കളിക്കുന്നത്. നമ്മളെ പുറത്തുനിന്ന് ആരുമല്ല പിടിച്ചു നിർത്തുന്നത്, നമ്മുടെ ഉള്ളിൽ ഈ ഭയമാണ്, ഉള്ളിൽ ഈ സംശയമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾക്ക് എത്താൻ പറ്റുകയുള്ളൂ. സിംഹങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരുന്നത് അങ്ങനെയാണ്. അവർ വെറുതെ സർവൈവ് ചെയ്യുകയല്ല, വെറുതെ പിടിച്ചു നിൽക്കുകയല്ല, ദേ ആർ ചേസിങ്, വെറുതെ ജീവിച്ചു പോവുകയല്ല, ദേ ഹാവ് ഡ്രീംസ്. അതിൽ ഫോക്കസ് ചെയ്ത് അതിലേക്ക് മുഴുവനായിട്ട് കൊടുക്കുകയാണ് സിംഹം ഇരയെ പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഫോക്കസ് നമുക്ക് മനസ്സിലാവും. ഒരു ഓർഡിനറി പേഴ്സണെ എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് ഉയർത്തുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കിട്ടാൻ ലക്ഷ്യങ്ങളെ മുൻപിൽ കാണുക, ആ ലക്ഷ്യങ്ങളിൽ കണ്ണുറപ്പിച്ച് മുൻപോട്ട് പോവുക. ഇതിന് നമ്മൾ ഒരുപാട് നമ്മളിൽ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേറൊരാൾ വന്ന് മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കരുത്. മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് നമ്മൾക്ക് മാത്രമാണ്. ആ ഒരു സെൽഫ് ബിലീഫ് നമ്മൾക്ക് കഴിയുമെന്നൊരു ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും തുടങ്ങുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് പ്രോബ്ലംസ് ആർ കോമൺ, ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും ഇതൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും നേരിട്ടത് വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു, അവരവരുടേതായ രീതിയിലായിരുന്നു. അതാണ് ആ വ്യത്യാസം ഉണ്ടാക്കിയത്. ദ ആറ്റിറ്റ്യൂഡ് മേക്സ് ദി ഡിഫറൻസ്. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും ഇട്ടിട്ട് പോവില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഞാനത് പഠിച്ചെടുക്കും, ഞാൻ അതിന് വേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, യു വിൽ ഡെഫിനറ്റ്ലി സക്സീഡ്. ആൾക്കൂട്ടത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സിനും അപ്പുറം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് ലയൺസ് ആറ്റിറ്റ്യൂഡ്. Everyone wants to eat like a lion, but few are willing to hunt. എല്ലാവരും സിംഹത്തെ പോലെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ കുറച്ചുപേർ മാത്രമാണ് വേട്ടയാടാൻ തയ്യാറാകുന്നത്. സോ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ഒരു ലയൺ ആറ്റിറ്റ്യൂഡ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.